കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പീസ് ആഗോലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 350 ഗ്രാംസ് വരും. കാരണം വലിയ ഒരു 1.25 കിലോൻ്റെ ആഗോലിയിൽ നിന്ന് ഒരു 3 പീസ് എടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് വലിയ മീനൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ പീസാവുന്ന ഒന്നും കൂടി നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പത്തിൽ പുളി വേണം. അപ്പോൾ ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുടംപുളി ഇട്ടിട്ട് വെക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതെടുത്താലും മതി. പക്ഷേ കുടംപുളി നമ്മൾ ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. സാധാരണ നമ്മൾ മീൻകറി ഉണ്ടാകുമ്പോൾ കുടംപുളി ഇട്ട് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇതിലേക്ക് കുടംപുളിയാണ് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാതെ അത് ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക. അല്ലാതെ കുടംപുളി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത്. വെള്ളം എടുത്തിട്ട് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വാളംപുളി തന്നെ എടുത്തതുകൊണ്ട് തന്നെ ഇതൊരു 5 മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണം. എങ്കിലും അത് നന്നായിട്ട് കുതിർന്നിട്ട് അതിലെ പുളിയൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് 5 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുത്താൽ നന്നായിട്ട് പുളിവെള്ളം കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഇനി എങ്ങനെയാണ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീൻചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് 1/4 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്കിലേ കടുക് നന്നായിട്ട് പൊട്ടത്തുള്ളൂ. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകും. അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി മുളക് പൊടിക്ക് അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 പച്ചമുളക് തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോകും. ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പാളി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കിലും അത്യാവശ്യം നല്ല എരിവിലൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര എരിവ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നല്ല കളറൊക്കെ കിട്ടും, നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഓൾറെഡി ഭയങ്കര എരിവൊന്നും ഉണ്ടാവത്തുമില്ല. അപ്പോൾ അതിനുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സ്പൈസസ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂടിയിട്ട് പുകയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് വെക്കുക. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയിട്ട് അതിലേക്ക് പുകമണൊക്കെ അടയ്ക്കും. അപ്പോൾ അതൊന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. പുളി വീണ് പോകരുത്, വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുടംപുളിയാണ് എടുക്കുന്നതെങ്കിൽ കുടംപുളീൻ്റെ വെള്ളം അതേപോലെ ഒഴിച്ചു കൊടുക്കുക. കുടംപുളി ആകുമ്പോൾ വെള്ളം ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, എങ്കിലേ വെള്ളത്തിലേക്ക് പുളി ഇറങ്ങുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ നമ്മൾ എടുത്ത് വച്ചിരുന്ന പുളി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി മാക്സിമം പിഴിഞ്ഞെടുക്കുക. നമ്മുടെ വെള്ളത്തിൽ മാക്സിമം പുളി പിഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ ഇവിടെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. പക്ഷേ കുറച്ച് കട്ടിയിലാവുമ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം കേട്ടോ. കാരണം നമ്മൾ പുളിയൊക്കെ ഇട്ടതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും. മീനിലേക്കൊക്കെ പിടിക്കാനുള്ള അത്രയും ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിളച്ചിട്ട് മാത്രമേ ഞാൻ മീനിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. മീനൊന്നും ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓരോ മീനിനും ഓരോ വേവായിരിക്കും. ഇപ്പോൾ നമ്മൾ മത്തിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മത്തി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2-3 മിനിറ്റ് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ മത്തി ഒടിഞ്ഞു പോകും. അപ്പോൾ ആഗോലി ആയതുകൊണ്ട് തന്നെ ഞാനൊരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, മീനൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ മീനിൻ്റെ അനുസരിച്ചിട്ട് വേവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതേപോലെ കറി എത്ര വറ്റണമെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിക്കിലാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ നമ്മൾ വേവിച്ച് കഴിഞ്ഞാലും കുറച്ച് തിക്നെസ്സിൽ തന്നെയാണ് നമുക്ക് ഈ കറി കിട്ടുക കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് മീനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4-5 മിനിറ്റ് ആയിട്ടോ. കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കറി എടുക്കുവാണ് കേട്ടോ. കാരണം നമ്മളിത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് വറ്റും. അപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് പോകും. അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ട് തന്നെ അത് ഓഫ് ചെയ്തിട്ട് വെക്കാം. എങ്കിൽ ചൂടാറി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഗ്രേവിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കട്ടിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് തക്കാളി ഉള്ളി ഒന്നും നമ്മൾ ഇടുന്നില്ല. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ്. ഇത് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ, രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രിയിലോട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയിലുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.